എല്ലാ വസ്തുക്കൾക്കും വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള വൈബ്രേഷൻ നിരന്തരം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണിൽ ദൃശ്യമല്ലെങ്കിലും അവയുടെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലെങ്കിലും ഈ വൈബ്രേഷൻ നമ്മെ ബാധിക്കുന്നു. എന്താണ് വൈബ്രേഷൻ? മനുഷ്യനും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ജീവനുള്ളതിനും ഇല്ലാത്തതിനുമായ എല്ലാ സാധനങ്ങൾക്കും ഉള്ള ഒരു പ്രഭാവലയം അഥവാ വൈദ്യുത കാന്തിക തരംഗ പ്രഭാവലയം എല്ലാവർക്കുമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള വൈബ്രേഷൻ നിരന്തരം അത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിൽ ദൃശ്യമല്ലെങ്കിലും ഈ വൈബ്രേഷൻ നമ്മെ ബാധിക്കുന്നു. അവയുടെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലായിരിക്കാം, എന്നാൽ എല്ലാ വസ്തുക്കളും വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള വൈബ്രേഷൻ നിരന്തരം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവ കണ്ണിൽ ദൃശ്യമല്ലെങ്കിലും ഈ വൈബ്രേഷൻ നമ്മെ ബാധിക്കുന്നുണ്ട്. അവയുടെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലായിരിക്കാം. നമ്മളിലേക്ക് തുളച്ചു കയറുന്നതുമായ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൻ്റെ ഭാഗം നമ്മുടെ ഓറയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അഥവാ ഓറ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു പ്രഭാവലയം മാത്രമല്ല, അഥവാ നിങ്ങളുടെ അസ്തിത്വത്തിന് ഒരു വിപുലീകരണം കൂടിയാണ്. അത് നിങ്ങളുടെ മനസ്സാണ്. അഥവാ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ ഒരു അസ്തിത്വത്തിൻ്റെ ഓറയും മനസ്സിലാക്കേണ്ടതുണ്ട്. എൻഡിക് ബോഡി എന്നറിയപ്പെടുന്ന ഓറ നമ്മുടെ ഭൗതിക ശരീരത്തിന് ഒരു പ്രധാന കവചമാണ്. എല്ലാ മനുഷ്യരിൽ നിന്നും സസ്യങ്ങൾ, മൃഗങ്ങൾ, ജീവികൾ, ജീവനില്ലാത്തവർ എന്നിവയിൽ നിന്നും പ്രസരിക്കുന്ന ഒരു ജൈവ വൈദ്യുത കാന്തിക ക്ഷേത്രമാണ് ഈ ഓറ എന്നുള്ളത്. എല്ലാ ആത്മാവിൽ നിന്നും ദ്രവ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഊർജ്ജമാണിത്.